ഏവർക്കും എക്സലിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പക്ഷിയോർ ദീമക്കിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ രണ്ടാം ഭാഗത്തിന്റെ മീനിങ്സ് ഞാൻ ബോർഡിൽ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വേർഡ് മാലൂം ഹോന. മാലൂം ഹോന എന്നാൽ മനസ്സിലാവുക. മാലൂം ഹോന മനസ്സിലാവുക. രണ്ടാമത്തത് ഖരീദിന. ഖരീദിന എന്നാൽ വാങ്ങിക്കുക. അടുത്തത് സമചാന ഉപദേശിക്കുക. സമചാന ഉപദേശിക്കുക. കോശിസ് പരിശ്രമം. കോശിസ് എന്നാൽ പരിശ്രമം. അടുത്തത് ഹർഗിസ്. ഹർഗിസ് എന്നാൽ ഒരിക്കലും. ഹർഗിസ് എന്നാൽ ഒരിക്കലും. അടുത്ത വാക്ക് ചട്. ചട് എന്നാൽ പെട്ടെന്ന്. ചട് എന്നാൽ പെട്ടെന്ന്. അടുത്തത് ഘടന. ഘടന എന്നാൽ കുറയുക. ഘടന എന്നാൽ കുറയുക. അടുത്തത് ലഗാതാർ. ലഗാതാർ എന്നാൽ തുടർച്ചയായി. ലഗാതാർ എന്നാൽ തുടർച്ചയായി. അടുത്തത് സാധന. സാധന എന്നാൽ സാധ്യമാക്കുക അല്ലെങ്കിൽ നിറവേറ്റുക എന്നൊക്കെ പറയാം. അപ്പോൾ സാധന എന്നാൽ സാധ്യമാക്കുക. അടുത്തത് സഹാര. സഹാര എന്നാൽ സഹായം. സഹാര എന്നാൽ സഹായം. അടുത്തത് ചട്ടാൻ. ചട്ടാൻ എന്നാൽ പാറക്കെട്ട്. ചട്ടാൻ എന്നാൽ പാറക്കെട്ട്. അടുത്ത വാക്ക് ഗുംബന്ദ്. ഗുംബന്ദ് എന്നാൽ ഗോപുരം. അടുത്തത് ബുർജ്. ബുർജ് എന്നാൽ വലിയ കെട്ടിടം. അടുത്തത് ഹാഫ്ന. ഹാഫ്ന എന്നാൽ കിതയ്ക്കുക. ഹാഫ്ന എന്നാൽ കിതയ്ക്കുക. കൈ. കൈ എന്നാൽ എത്ര. കൈ എന്നാൽ എത്ര. അടുത്തത് ഫിസുൽ. ഫിസുൽ എന്നാൽ ഉപയോഗമില്ലാത്ത. ഫിസുൽ എന്നാൽ ഉപയോഗം ഇല്ലാത്ത. അടുത്തത് ഫുദക്ത. ഫുദക്ത എന്നാൽ ചാടിച്ചാടി കടക്കുക. ഫുദക്ത എന്നാൽ ചാടിച്ചാടി കടക്കുക. അടുത്തത് ബുത്താദേന. ബുത്താദേന കബളിപ്പിക്കുക അല്ലെങ്കിൽ വഞ്ചിക്കുക. അടുത്തത് ഖുൽത്ത. ഖുൽത്ത എന്നാൽ ക്ഷീണിക്കുക. ഖുൽത്ത എന്നാൽ ക്ഷീണിക്കുക. അടുത്തത് ഗുച്ഛ. ഗുച്ഛ എന്നാൽ കൂട്ടം. ഗുച്ഛ എന്നാൽ കൂട്ടം. അടുത്തത് സിമഠ്ന. സിമഠ്ന എന്നാൽ ചുരുങ്ങുക. അടുത്ത വാക്ക് മേഹനത്ത്. മേഹനത്ത് പരിശ്രമം. അടുത്തത് ജമീൻ. ജമീൻ മണ്ണ്. അടുത്തത് ഇക്കട്ട കർണ. ഇക്കട്ട കർണ ശേഖരിക്കുക. അടുത്തത് ഢേർ. ഢേർ എന്നാൽ കൂമ്പാരം. ഢേർ എന്നാൽ കൂമ്പാരം. അടുത്തത് പുക്കാർന. പുക്കാർന വിളിക്കുക. പുക്കാർന വിളിക്കുക. അടുത്തത് രുക്ന. രുക്ന നിൽക്കുക. അടുത്ത വാക്ക് ജമാകർണ. ജമാകർണ ശേഖരിക്കുക. അടുത്തത് ബേവ്കൂഫ്. ബേവ്കൂഫ് വിഡ്ഢിയായ. അടുത്തത് ചട്പടാന. ചട്പടാന വ്യാകുലപ്പെടുക. അടുത്തത് ഖൂൻ. ഖൂൻ എന്നാൽ രക്തം. അടുത്തത് ടപ്പക്കാന. ടപ്പക്കാന തുള്ളി തുള്ളിയായി വീഴുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പക്ഷിയോർ ദീമക് എന്ന പദഭാഗമായിരുന്നു. അത് എഴുതിയത് മുക്തിബോധാണ്. അതുപോലെ ഇതൊരു കഹാനിയാണ്. ഇതിൽ നമ്മൾ പറഞ്ഞത് ഒരു ചെറുപ്പക്കാരനായ പക്ഷിയെ പറ്റിയാണ്. ആ പക്ഷിയുടെ പ്രത്യേകത എന്താണ്? അത് വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. അതുപോലെ വളരെ ദൂരെയുള്ള സൗണ്ടുകളും അതുപോലെ സുഗന്ധം എന്നിവ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം പക്ഷിയാണ്. അപ്പോൾ ഈ പക്ഷിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി. എന്ത്? ചിതലിനെ കഴിക്കുക. അങ്ങനെ ഒരു അവസരം ഒത്തുകിട്ടി. എങ്ങനെ? ചാക്ക് കണക്കിന് ചിതലുകളുമായിട്ട് നമ്മുടെ ഒരു വണ്ടിക്കാരൻ ഈ ചിതലിനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആകാശത്ത് നിന്ന് താഴേക്ക് വരികയാണ് നമ്മുടെ നൗജവാൻ പക്ഷി. അങ്ങനെ എന്തായിരുന്നു ആ ഒരു കച്ചവട രീതി എന്ന് പറയുന്നത്? ഒരു തൂവൽ കൊടുത്താൽ 2 ചിതലിനെ തരും. ഇതായിരുന്നു കച്ചവട രീതി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് പതിയെ പതിയെ എന്ത് ചെയ്യാൻ പറ്റി? ആ പക്ഷിക്ക് അതൊരു എളുപ്പമുള്ളൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരുന്നു. ബാക്കി നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരും പേജ് നമ്പർ 19 ശ്രദ്ധിക്കുക. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. ശ്രദ്ധിക്കുക. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने.
അപ്പോൾ രണ്ട് ദീമക്കിനെ വാങ്ങാം ആരുടെ കയ്യിൽ നിന്ന്? ആ വണ്ടിക്കാരന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ ഏക് പർ ദേനേമേം വെടി ആസാനി മാനൂബി. അപ്പൊ അതിന് പകരം ഒരു തൂവൽ കൊടുക്കുക എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ആർക്ക് തോന്നി? നമ്മുടെ പക്ഷിക്ക് തോന്നി. വഹ रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर दो दीमकें खरीद लेता. അപ്പോൾ അവൻ എന്നും 3 മണിക്കൂറോളം യാത്ര ചെയ്ത് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരികയും ഗാഡിവാലയ്ക്ക് ഒരു തൂവൽ കൊടുക്കുകയും എന്നിട്ട് 2 ചിതലിനെ വാങ്ങി തിരികെ പോവുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക. अब उस पक्षी को गाड़ी वाले से 2 दीमकें खरीदने और एक पर देने में बड़ी आसानी मालूम हुई. അപ്പോൾ ഒരു തൂവൽ കൊടുത്തിട്ട് 2 ചിതലിനെ വാങ്ങുന്നത് വളരെ സിമ്പിൾ ആയ കാര്യമായിട്ട് ആർക്ക് തോന്നി? ആ പക്ഷിക്ക് തോന്നി. वह रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंख देकर 2 दीमकें खरीद लेता. 3 മണിക്കൂറോളം കിലോമീറ്ററോളം യാത്ര ചെയ്ത് താഴേക്ക് വരുന്നു, തന്റെ തൂവൽ കൊടുക്കുന്നു, അതുപോലെ എന്ത് ചെയ്യുന്നു? ചിതലിനെ വാങ്ങി കഴിച്ചുകൊണ്ട് തിരികെ പോകുന്നു. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. കുച്ച് ദിനോം തക്ക് ഐസാ ഹി ചൽത്താ രഹാ. കുറെ അധികം ദിവസം എന്ത് ചെയ്തു? ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. ഏക് ദിൻ ഉസ്കി പിതാനെ ദേഖ് ലിയ. പക്ഷേ ഒരിക്കൽ അവന്റെ അച്ഛൻ ഈ കാഴ്ച കാണുകയുണ്ടായി. എന്തായിരുന്നു കാഴ്ച? 2 ചിതലിനെ വാങ്ങുന്നു, ഒരു തൂവൽ കൊടുക്കുന്നു. ഉസ്നെ സമझाने की कोशिश की कि बेटे दीमकें हमारा स्वाभाविक आहार नहीं है. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരച്ഛൻ തന്റെ മകനെ എന്ത് ചെയ്യുന്നു? പറഞ്ഞ് മനസ്സിലാക്കും. എന്തെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്? उसने समझाने की कोशिश की कि बेटे दीमकें हमारा स्वाभाविक आहार नहीं है. ഈ ചെതലുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വാഭാവിക ആഹാരം അല്ല. കാര്യം എന്താണ്? ഇവരുടെ ആഹാരം എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞ പോലെ തന്നെ വായുവിലൂടെ പറക്കുന്ന ആ കൃമികളും കീടങ്ങളും ഒക്കെയാണ്. ബാക്കി നോക്കുക. അവർ ഉൻകെ ലിയെ അപ്നെ പങ്ക് തോ ഹർഗിസ് നഹീം ദിയേ ജാ സക്തേ. അപ്പോൾ അതിന് വേണ്ടി, ഏതിനു വേണ്ടി? ആ ചെതലിന് വേണ്ടി, കേവലം ഒരു ചെതലിന് വേണ്ടി നിന്റെ വിലപ്പെട്ട തൂവൽ കൊടുക്കുന്നത് പോലും അത് ശരിയായ കാര്യമല്ല. ഒരിക്കലും അതെന്ത് ചെയ്യരുത്. ഹർഗിസ് എന്നാൽ ഒരിക്കലും ഈ ഒരു പ്രവൃത്തി ചെയ്യരുതെന്ന് ആര് പറയുകയാണ്? അച്ഛൻ മകനോട് പറയുകയാണ്. നോക്കാം നമുക്ക് ബാക്കി. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സേ അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണ്. എന്ത് പറ്റി? ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സേ, ഭയങ്കരമായ അഹങ്കാരത്തോടു കൂടി, അല്ലെങ്കിൽ ഒരുപാട് അഹങ്കാരത്തോടു കൂടി എന്ത് ചെയ്തു? അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ. അപ്പോൾ തൻ്റെ മുഖം എവിടേക്ക്? മറ്റൊരു ഭാഗത്തേക്ക്. ആ കേട്ടില്ല എന്ന ഒരു ഭാവത്തിൽ എന്ത് ചെയ്തു? തിരിച്ചു. അതായത് അച്ഛൻ പറഞ്ഞ കാര്യം കേൾക്കാൻ ആർക്ക് വയ്യ? ഈ മകന് വയ്യ. ബാക്കി ശ്രദ്ധിക്കുക. ഉസേ ജമീൻ പർ ഉതർകർ ദീമക്കെം ഖാനെ കി ചട് ലഗ് ഗയി थी. കാര്യം എന്താണ്? അപ്പോൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഈ ചെതലുകളെ കടിക്കുന്ന ആ ഒരു ആവേശത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അതിയായ ഒരു ആഗ്രഹമായിരുന്നു ഈ പക്ഷിക്ക് ഉണ്ടായിരുന്നത്. ശ്രദ്ധിക്കുക. अब उसे न तो दूसरे कीड़े अच्छे लगते. സ്വാഭാവികമായിട്ടും ആകാശത്തിലൂടെ പറക്കുന്ന കീടങ്ങളെയൊന്നും ഇപ്പോൾ ആർക്ക് ഇഷ്ടമല്ല? ഈ പക്ഷിക്ക് ഇഷ്ടമല്ല. അതിന് സ്വാദ് കുറവാണ്. സ്വാദ് ഏതിനാണ്? ഈ താഴെ ഭൂമിയിലുള്ള ചിതലിലാണ് എന്ന് ആ ഒരു ഉറപ്പിലാണ് നമ്മുടെ പക്ഷി നിൽക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഉസൈനത്തോ ദൂസരെ കീടെ അച്ഛേ ലഗത്തെ. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റുന്നില്ല? വേറെ കീടങ്ങളെ ഒന്നും കഴിക്കാൻ ആർക്ക് പറ്റുന്നില്ല? ഈ പക്ഷിക്ക് പറ്റുന്നില്ല. കാര്യം ഏറ്റവും ഇഷ്ടം ചെതലിനെയാണ്. ന ഫൽ ന അനാജിക്ക് എന്താണ്. അതുപോലെ തന്നെ പഴങ്ങളോ അതുപോലെ ധാന്യങ്ങളോ ഒന്നും തന്നെ ആർക്ക് ഇഷ്ടമാകുന്നില്ല? ഈ പക്ഷിക്ക് ഇഷ്ടമാകുന്നില്ല. എപ്പോഴും എന്ത് മതി? ചെതല് മാത്രം മതി. ഓക്കെ, ശ്രദ്ധിക്കുക. ദീമകും കാ ശൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ था. ഇപ്പോൾ ആ ഒരു ദീമക്ക് കഴിക്കണം, അതായത് ചിതലിലെ കഴിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഇവനെ എന്ത് ചെയ്തു? കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അഡിക്റ്റ് ആയിരിക്കുകയാണ് ഈ പക്ഷി. എന്തില്? ചിതല് കഴിക്കുന്നതിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ്. ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കുക. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷീനെ ബഡേ ഹി ഗർവ് സേ അപ്നാ മുഹ് ദൂസരി ഓർ കർ ലിയ. അപ്പോൾ വളരെയധികം അഹങ്കാരത്തോടെ തന്റെ മുഖം മറ്റൊരു സ്ഥലത്തേക്ക് തിരിച്ചു വെച്ചു. അതായത് ഉദ്ദേശിക്കുന്നത് അച്ഛൻ പറഞ്ഞ കാര്യം ആർക്ക് കേൾക്കാൻ വയ്യ? ഈ മകന് കേൾക്കാൻ വയ്യ. കാര്യം ഇതാണ്. ഉസ്നെ ജമീൻ പർ ഉതർകർ ദീമകീം ഖാനെ കി ചട് ലഗ് ഗയി थी. അപ്പോൾ ഭൂമിയിലേക്ക് വരണം, എന്ത് കഴിക്കണം? ചിതല് കഴിക്കണം. ഈ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ ഇവന് ഉള്ളത്. അതുപോലെ അപ്പൊ ഉസൈനത്ത് ദൂസരെ കീടെ അച്ഛൻ ലഗത്തെ. ഇപ്പോൾ മറ്റു കീടങ്ങളൊന്നും മറ്റ് ആഹാരമൊന്നും ആർക്കിഷ്ടമല്ല? ഈ പക്ഷിക്ക് ഇഷ്ടമല്ല. ന ഫൽ ന അനാജിക്ക് ദാനെ.
മറ്റ് പഴങ്ങളുമോ മറ്റ് ധാന്യങ്ങളോ ഒന്നും തന്നെ ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഈ പക്ഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദീമകും കാ ശൗക്ക് അബ് ഉസ് പർ ഹാവി ഹോ ഗയാ താ. അപ്പോൾ എന്തിന് അഡിക്റ്റ് ആയിരിക്കുകയാണ്? ചിതൽ കഴിക്കുക എന്ന ആ ഒരു കർമ്മത്തിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ് ഈ പക്ഷി. അടുത്ത പാരാഗ്രാഫ് ശ്രദ്ധിക്കാം. ലെകിൻ ഐസ കൈ ദിനോ തക്ക് ചൽത്ത. പക്ഷേ ഇങ്ങനെ എത്ര ദിവസം നടന്നു പോകും? അല്ലെങ്കിൽ അതായത് ഒരു തൂവൽ കൊടുക്കുന്നു, ചിതലിനെ വാങ്ങുന്നു. ഇത് എത്ര ദിവസം വരെ പോകാം? നോക്കാം നമുക്ക്. ഉസ്കി പങ്കും കി സംഖ്യ ലഗാത്തർ ഘടത്തി ചലി ഗയി. സ്വാഭാവികമായിട്ടും ഈ പക്ഷിയുടെ ശരീരത്തിലെ ചിറകിന്റെ എണ്ണം, അതായത് തൂവലുകളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു വന്നു. കാരണം എന്താണെന്ന് അറിയാലോ, ഓരോ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? ആ വണ്ടിക്കാരന് എന്ത് കൊടുക്കുന്നുണ്ട്? തൂവല് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്റെ ശരീരത്തിലെ ആ തൂവലുകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ബാക്കി നോക്കുക. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता था. ശ്രദ്ധിക്കുക, ഇനിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ഇവന്റെ ശരീരത്തിൽ തൂവൽ കുറഞ്ഞു വന്നു, ഇനി അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല? ശ്രദ്ധിക്കുക. अब वह ऊंचाइयों पर अपना संतुलन साध नहीं सकता. അപ്പോൾ ഇവന്റെ നമ്മൾ പാഠത്തിൽ തുടക്കത്തിലേ പറഞ്ഞാണ് ഇവന്റെ പ്രത്യേകത എന്താണ്? വളരെ ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ്. ഇപ്പോൾ അവന് ആ ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്? അവന്റെ ശരീരത്തിൽ ചിറക് ഇല്ല, അതായത് തൂവലുകൾ എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ ഉയരത്തിൽ പറക്കാൻ ഇവന് പറ്റുന്നില്ല. ഇവന്റെ സന്തുലൻ, അതായത് ഇവന്റെ സന്തുലനാവസ്ഥ നഷ്ടമായിരിക്കുന്നു. അതായത് ബാലൻസിൽ നിൽക്കാനുള്ള കഴിവ് നഷ്ടമായിരിക്കുന്നു. ശ്രദ്ധിക്കുക. ന ബഹുത്ത് സമയത്തേക്ക് പങ്ക് ഉസേ സഹാര ദേ സക്തേ. ഒരു പക്ഷേ പറക്കാൻ ശ്രമിച്ചാലും ഇവന്റെ പങ്ക്, ഇവന്റെ ചിറകുകൾ അതിനെ എന്ത് ചെയ്യുന്നില്ല? സഹായിക്കുന്നില്ല. അവന് ഒരുപാട് സമയം ആ അറ്റ്മോസ്ഫിയറിൽ, അന്തരീക്ഷത്തിൽ നിൽക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടമായി തുടങ്ങി. ശ്രദ്ധിക്കുക. आकाश यात्रा के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, गुंबदों और बुर्जों पर हाफते हुए बैठ जाना पड़ता. ശ്രദ്ധിക്കുക. ആകാശ യാത്രയ്ക്ക് ദൗരാൻ. അപ്പോൾ ഈ ആകാശ യാത്രയുടെ സമയത്ത്, അതായത് ആകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ജൽദി ജൽദി പഹാടി ചട്ടാനോ, പേടോं की चोटियां, गुंबदों और बुर्जों पर हाफते हुए बैठ जाना पड़ता. ശ്രദ്ധിക്കുക. ഈ ആകാശയാത്ര തുടങ്ങുന്ന സമയത്ത് കുറച്ച് സമയം പറക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? ജൽദി ജൽദി പഹാടി ചട്ടാനോ, അതായത് കുന്നിൻ മുകളിലെ പാറപ്പുറത്ത്, അതുപോലെ പേടോക്കി ചോട്ടിയ മരങ്ങളുടെ ആ മുകൾ ഭാഗത്ത്, അതുപോലെ ഗുംബന്തോ, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഗുംബന്തോ ഗോപുരം. അപ്പൊ ഗോപുരങ്ങൾ, അതുപോലെ ബുർജം, വലിയ വലിയ കെട്ടിടങ്ങൾ, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ചെന്ന് ഇരിക്കേണ്ട ഒരവസ്ഥ വരുന്നു. എങ്ങനെ? पर हाफते हुए बैठ जाना पड़ता. വെറുതെ പോയിരിക്കുകയല്ല, പോയി എന്ത് ചെയ്യുന്ന? ഹാഫിന മീൻസ് കിതയ്ക്കുക, ക്ഷീണം കൊണ്ട് കിതയ്ക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പക്ഷിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന പക്ഷി, അവിടുത്തെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന പക്ഷി, പിന്നീട് എന്ത് ചെയ്തു? താഴേക്ക് വന്നു, ചെതലിനെ കഴിക്കുന്നു, തൻ്റെ തൂവൽ കൊടുക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവന് പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറന്നാൽ തന്നെ എന്ത് ചെയ്യുന്നു? ആ കുന്നിൻ മുകളിലോ മരത്തിൻ്റെ മുകളിലോ അതുപോലെ വീടിൻ്റെ മുകളിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും? പോയിരുന്ന് കിതയ്ക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ഇപ്പോൾ ഈ പക്ഷിക്കുള്ളത്. ബാക്കി നോക്കാം നമുക്ക്. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. പക്ഷേ ഇവന്റെ പരിവാർവാരോ ഇവന്റെ കുടുംബത്തിലുള്ള ആൾക്കാരും അതുപോലെ ഇവന്റെ മിത്രങ്ങളുമെല്ലാം വളരെ ഊഞ്ചായില്, വളരെ ഉയരത്തിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പറന്ന് പോകുന്നുണ്ട്. ശ്രദ്ധിക്കുക. ബഹുത്ത് പിച്ചഡ് ജാത്ത. ഈ ആ സമയത്ത് ഇവൻ പറന്നു തുടങ്ങുമ്പോൾ വളരെ പിച്ചഡ് എന്ന് വെച്ചാൽ പുറകിലായി പോകുന്ന ഒരവസ്ഥയാണ് ആർക്കുള്ളത്? ഇപ്പോൾ ഈ നൗജവാൻ പക്ഷിക്ക് ഉള്ളത്. ഓക്കെ. फिर भी दीमक खाने का उसका शौक कम नहीं हुआ. പക്ഷേ എന്നിരുന്നാൽ പോലും, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നിരുന്നാൽ പോലും ആ ചിതൽ കഴിക്കണമെന്ന ആഗ്രഹം എന്ത് ചെയ്യുന്നില്ല? വിട്ടുമാറുന്നില്ല. വീണ്ടും വരുന്ന ദിവസങ്ങളിൽ അവൻ തൻ്റെ തൂവൽ കൊടുക്കുന്നു, ചിതലിനെ വാങ്ങുന്നു, തൂവൽ കൊടുക്കുന്നു, ചിതലിനെ വാങ്ങുന്നു. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. दीमकों के लिए गाड़ी वाले को वह अपने पंख तोड़ कर देता रहा. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇവന്റെ ആഗ്രഹം കൂടുന്നു. ഒന്നിന് പകരം 2 or 3 തൂവലുകൾ ഇവൻ എന്ത് ചെയ്യുന്നു? ഈ വണ്ടിക്കാരന് കൊടുക്കുന്നു, ചെതലുകളെ വാങ്ങി കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കാം. फिर उसने सोचा कि आसमान में उड़ना ही फिजूल है. അപ്പോൾ പിന്നീട് അവൻ വിചാരിക്കുന്നത് എന്താണ്? ഈ ആകാശത്ത് പറക്കുക എന്നത് ഒരു ഫിസൂലായ കാര്യം.
ഒരു വ്യർത്ഥമായ കാര്യമാണ്, അതായത് ഒരു ഉപയോഗവും ഇല്ലാത്ത കാര്യമാണ്. കാര്യം എന്താണ്, ഇവരിപ്പോൾ പറക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻ സ്വയം കുറ്റപ്പെടുത്തുകയാണ്. ഈ ആകാശത്ത് പറക്കുക എന്നത് ഒരു ഉപയോഗമില്ലാത്ത കാര്യമാണ്. മൂർഖം കാം, അത് ആരുടെ ജോലിയാണ്? ആ മണ്ടന്മാർ, അതായത് മൂർഖം എന്ന് വെച്ചാൽ വിഡ്ഢികൾ അല്ലെങ്കിൽ മണ്ടന്മാർ, അത് മണ്ടന്മാരുടെ ജോലിയാണ് എന്ന് ആര് പ്രസ്താവിക്കുകയാണ്? ഈ പക്ഷി പ്രസ്താവിക്കുന്നു. ഉസ്കി ഹാലത്ത് യഹ്തി അപ്പൊ ആസ്മാൻ മേ ഉഡ് ഹി നഹീം സക്താ ഥാ. ഇപ്പോ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഹാലത്ത് എന്ന് വെച്ചാൽ അവസ്ഥ. അപ്പൊ ഇപ്പോഴത്തെ ഈ പക്ഷിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഇവനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആകാശത്തു കൂടി പറക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടി ഇപ്പൊ ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഹാലത്ത് എന്ന് പറയുന്നത് ആകാശത്തു കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ബാക്കി നോക്കാം. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. അപ്പൊ ഇവനിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് പറക്കാം. ഇത്രയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പറ്റുന്നത്. അല്ലാതെ ആകാശത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു. കാര്യം എന്താണ്? അവന്റെ ദേഹത്ത് അത് പറക്കാനുള്ള ചിറകില്ല, അതായത് ആ ചിറകിന് തൂവലില്ല. ശ്രദ്ധിക്കുക ഒന്നുകൂടി. അവന് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് മാത്രമേ ഇപ്പോൾ പറക്കാൻ കഴിയുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ഫി കം ഹോത്തി ഗയി. ശ്രദ്ധിക്കുക. അപ്പോൾ പതുക്കെ പതുക്കെ, ധീരെ ധീരെ, പതിയെ പതിയെ ഇവന്റെ ആ ഒരു ശക്തിയും എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോയി. കാര്യം എന്താണ്? ഇവന്റെ ദേഹത്ത് തൂവലുകൾ ഇല്ല. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर चलकर फुदक कर पहुंचा. और एक समय वह आया. അങ്ങനെ ആ ഒരു സമയവും വന്നു ചേർന്നു. ഏത് സമയമാണ്? ശ്രദ്ധിക്കുക. ജബ് വഹ് ബഡി മുഷ്കിൽ സെ, ഇപ്പോൾ ഭയങ്കരമായ മുഷ്കിൽ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാട് അറിയുന്നുണ്ട്, ബുദ്ധിമുട്ട് അറിയുന്നുണ്ട്. എന്തിനു വേണ്ടി? പേടിക്ക് ഏക്ക് ഡാൽ സെ ലഗി ഹുയി ദൂസരി ഡാൽ पर. മുൻപ് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിൽ പോകാമായിരുന്നു. ഇപ്പോൾ ആ ഒരു മരത്തിന്റെ ഡാലെന്ന് വെച്ചാൽ മുൻപ് ചർച്ച ചെയ്തു, ശിഖരം അല്ലെങ്കിൽ കൊമ്പ്. ഒരു മരത്തിന്റെ കൊമ്പിൽ നിന്ന് ആ മരത്തിന്റെ തന്നെ മറ്റൊരു ശാഖയിലേക്ക് പോകാൻ മാത്രമേ ഇപ്പോൾ ഈ പക്ഷിക്ക് കഴിയുള്ളൂ. അതും എങ്ങനെയാ പോകുന്നത്? ഫുദക്കുക പോകുന്നത്. ഫുദക്കിന ചാടി ചാടി പോവുക. ഇപ്പോൾ ഈ പക്ഷി പോകുന്നത് എങ്ങനെയാണ്? ചാടിയാണ് പോകുന്നത്. മുൻപ് ശ്രദ്ധിക്കുക, മുൻപ് വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന പക്ഷിയുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ പാരഗ്രാഫ് ഒന്നുകൂടി നോക്കാം. ഫിർ ഉസ്നെ സോച്ചാ കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസുൽ ഹി. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ആകാശത്തോടി പറക്കുന്നത് ഒരു ഉപയോഗമില്ലാത്ത കാര്യമാണ്. വഹ മൂർഖം കാ കാം ഹൈ, അത് വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത് യഹ്തി കി അബ് വഹ ആസ്മാൻ മേ ഉഡ് ഹി നഹീ സക്താ. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അവനിപ്പോൾ ആകാശത്ത് കൂടി പറക്കാൻ കഴിയുന്നില്ല. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. അപ്പോൾ ഇവന് ഒരു മരത്തിൽ നിന്നും ചാടി മറ്റൊരു മരത്തിലേക്ക് പോകാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ഫി കം ഹോത്തി ഗയി. പതുക്കെ പതുക്കെ ഇവന്റെ ഈ ഒരു കഴിവും നഷ്ടമായി. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर. അപ്പോൾ ഒരു സമയം വന്നു. പിന്നെ എന്താണ് ആ സമയത്ത് സംഭവിച്ചത്? ഒരു മരത്തിലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പോകാൻ മാത്രമേ ഇപ്പോൾ ഈ പക്ഷിക്ക് പറ്റുന്നുള്ളൂ. ശ്രദ്ധിക്കുക. അതും എങ്ങനെയാ പോകുന്നത്? ഫുദക്കർ പഹുഞ്ചത, ചാടി പോകാനുള്ള ആ ഒരു കാര്യം മാത്രമേ അവനിപ്പോൾ പറ്റുന്നുള്ളൂ. ലേക്കിൻ ദീമക് ഖാനെ കാ ശൗക്ക് നഹീം ചൂട്ട. എന്നിരുന്നാൽ പോലും ഈ ചിതലുകളെ കഴിക്കുക എന്ന ആ ഒരു ആഗ്രഹം അവൻ കളഞ്ഞില്ല എന്നത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം അവന്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനത് അറിയുന്നില്ല.